ആരാണ് ഫസ്റ്റ് ചോദിക്കുന്നത്? എൻ്റെ പേര് ലക്ഷ്മി ജയൻ. ഞാൻ സിംഗറാണ്. ഇപ്പം എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയർ. ഇപ്പം എല്ലാവരും സകലകലാവല്ലഭൻ അങ്ങനെ കുറേ പേരിൽ സാറെ കാതൽ ഇളവരസൻ, ബെസ്റ്റ് ആക്ടർ എന്നൊക്കെ ഒരുപാട് കാര്യം വിളിക്കുന്നുണ്ട്. എപ്പോഴും 6 വയസ്സിൽ ആണ് സാർ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഇതിനായിട്ട് ഇറങ്ങുന്നത്. 3.5 വയസ്സ്. അപ്പം മനസ്സിൽ ഒരു പ്രതീക്ഷയൊന്നുമില്ല, സ്വപ്നങ്ങളൊന്നും കാണുന്നതിന് മുമ്പാണ്. അപ്പം ഈ ഫീൽഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഒരു റോൾ മോഡലിനെ വെച്ചിട്ടാണോ വന്നത്? അത് അങ്ങനെ ഒരു മോഡൽ വേണോ എന്നുള്ളത് പോലും അറിയാത്ത ഒരു പ്രായമാണ് അത്. അതെന്തോ ഒരു കുട്ടിക്കളിയെ പോലെയാണ്. അവർ പറയുന്നത് തിരിച്ചു പറയും, അപ്പോൾ കൈയടിക്കും. അപ്പോൾ അതിൽ ഒരു നല്ല സന്തോഷം, അത്രയേ ഉള്ളൂ. ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഞാനത് സമ്മതിക്കില്ല. അത് ഒരു തത്തയെ പഠിപ്പിക്കുന്ന പോലെയാണ്. അല്ല, ഞാൻ സാറിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാനൊരു കാര്യം കേട്ടു. സാർ ആദ്യമായിട്ട് പാടിയത് ഒരു ഡ്രാമ സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരുന്നപ്പം റെക്കോർഡ് സ്റ്റോപ്പ് ആയപ്പോഴാണ് പാടേണ്ടി വന്നത് പെട്ടെന്ന്. അന്നത് ചെയ്ത് നല്ല നല്ല അപ്ലോസ് കിട്ടിയെന്ന് ഞാൻ കേട്ടു. അപ്പോൾ ഇപ്പം ഞങ്ങൾ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി 2 പേര് പാടിത്തരുമോ? ആ പാട്ട് തന്നെ വേണമെന്നില്ല. നല്ലൊരു പാട്ട് ഒരു കാര്യം ഇയാൾ പാടുക, വേണമെങ്കിൽ കമൽ ജോഡി വേണമെങ്കിൽ മൂളാൻ വേണ്ടി പറയാം. അത് കൂടുതൽ എനിക്ക് സ്വാതന്ത്ര്യമില്ല. എനിക്കെന്നാ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാനാൻ ഇങ്ങ് സൗഖ്യമേ. സാറ് പാടുന്നില്ല. എണ്ണി പാർത്തതും കവിത കൊട്ടത് அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, பொன்மணி third line போய் லைன் போய் 2 lines അല്ലേ? താങ്ക് യു സർ. നന്നായി പാടുന്നുണ്ട് ഈ കുട്ടി. ഓ യെസ്, ഷീ ഈസ്. താങ്ക് യു. ഇപ്പം ഞങ്ങൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞങ്ങളുടെ പ്രൊഡ്യൂസർ ചിലരോട് പറഞ്ഞപ്പോൾ എല്ലാ യങ്സ്റ്റേഴ്സാണ് മുമ്പോട്ട് വന്നത്. അപ്പോൾ ഈ പറഞ്ഞ 1, 2, 3, 4ാമത്തെ ജനറേഷനെ കൂടി കമലഹാസൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. താങ്ക്സ് ഫോർ ദ അഡ്വാൻസ് ബുക്കിംഗ്. വേറെന്താ പറയാ? അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ കോളേജിലുള്ള പിള്ളേർ പറയും ഇപ്പൊ നല്ല കാമുകന്മാർക്കൊക്കെ ഒരു റോൾ മോഡലായിട്ട് പണ്ട് ഒരു സിനിമയിൽ സാറ് തന്നതാണല്ലോ ഇപ്പൊ എല്ലാവരും അഡോപ്റ്റ് ചെയ്യുന്നത്. ഓ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പൊ അതുകൊണ്ടാണ് നമുക്കിപ്പോ നല്ല നല്ല കാമുകന്മാരെയൊക്കെ കിട്ടിയത്. ഇത് പറഞ്ഞവരെന്ന് വെച്ചാൽ ഇത് പറയാനുള്ള കാരണം, ഇവിടെയൊക്കെ ഞങ്ങൾ ഈ മലയാളികൾ ചർച്ച ചെയ്യുമ്പോൾ എപ്പോഴും പറയും, മലയാളിയെ പ്രണയിക്കാൻ പഠിപ്പിച്ചത് കമലഹാസനാണ്. ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊന്ന് കമൽജിയോട് പറഞ്ഞിട്ടുണ്ടോ ആൾക്കാർ, മദനോത്സവം എന്നുള്ള സിനിമ ഈ പ്രേം നസീറിൻ്റെ അടുത്തുനിന്ന് ഈ പ്രണയത്തെയും ചെറുപ്പക്കാരെയും ഇങ്ങോട്ട് കമലഹാസൻ വലിച്ചുകൊണ്ട് പോയി. പിന്നെ പ്രണയിക്കുന്ന ചെറുപ്പക്കാരൻ എങ്ങനെ നടക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇരിക്കണം, മലയാളികൾ പറയും എങ്ങനെ കുറുകി നിൽക്കണം എന്നൊക്കെയുള്ള പഠിപ്പിച്ചത്. ഞാനും അത് പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ഹാവ് ലുക്ക്ഡ് നാച്ചുറൽ. ഞാൻ ഒരുപക്ഷെ കേരളം ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് ആയിട്ടാണ് കമലഹാസൻ തോന്നിയിട്ടുള്ളത്. തീർച്ചയായും. എന്നെ അതായത് ഈ ലവ് എന്നുള്ളത് വി ലുക്ക് അറ്റ് ഇറ്റ് ഇൻ എ വെരി വാട്ട് യു കോൾ physical and sexual way, if you put it. But there's a little more to it, which I realized as time grew. And all of it is love. We give it various names at various stages in life. All are enjoyable. And I learned a lot of all of it from Kerala. I'm Vineet Harke. I finished my mechanical engineering and I'm working in a college right now teaching. Sir, you are teaching? Yeah, I'm teaching right now. പിള്ളേരുടെ ഗതികേട് എന്തായിരിക്കും? Sir, you talked about love right now, so yes. I'm going into marriage right now. I've heard that you don't believe in marriage. No, I don't believe in so many things. I don't want on Onam day, I don't want to tweak anybody's thoughts. Okay. So we'll leave it at that, but okay, that's your prerogative. Some people believe in communism, some people in democracy, some in theology, some in... അല്ല, ഇനി ഇത് കമലഹാസൻ പറഞ്ഞു വിവാഹത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞേക്കരുത് എനിക്ക് വിശ്വാസമില്ല. Because don't blame it on me. Don't blame it. You can realize it yourself on your own time. I do agree with you to an extent. To an extent? Yeah. What is the extent? അതാണ് $1 million question. So I just want to know your reason for that. That's why.
No, it's an institution like it stifles a woman and a man a lot of times. It's not a perfected institution. As a matter of fact, our civilization itself is not a perfected mechanism. It's work in progress. We have been around for 80 lakh years, and this so-called civilization is only 10,000 year old. കമൽജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാനുകളിൽ ഒരാളാണ് നമ്മുടെ കണ്ണൂരുള്ള സുനി എന്ന് പറഞ്ഞ ആൾ. അതെ, ഇടയ്ക്കിടയ്ക്ക് പിന്നെ കമൽജിയെ കാണാൻ പറ്റുമല്ലേ? അതെ, കൊല്ലത്തിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും. അപ്പം അദ്ദേഹത്തിന്റെ ഡയറിയിൽ ഇങ്ങനെ കമലഹാസൻ ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്തു. അതിൽ ഒന്ന് എഴുതി കൊടുത്ത് എന്നെ കാണിച്ചു തന്നു. അതായത് ഏതെങ്കിലും ഐഡിയോളജി ഈ പറഞ്ഞ സാമൂഹ്യ മാറ്റത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ അതൊരു മതമായിട്ട് മാറുമെന്ന്. തീർച്ചയായും. ദാറ്റ് വാസ് വാട്ട് യു ഐ മീൻ സ്ക്രിബിൾഡ് ഓൺ ഇറ്റ് അല്ലേ? യെസ്. എൻ്റെ പേര് അന്നപൂർണ. ഞാൻ LLB സ്റ്റുഡൻ്റാണ്, ആങ്കറൊക്കെ ചെയ്യും. എനിക്ക് ചോദിക്കാനുള്ളത്, ബാലചന്ദർ സാറ് കാരണമാണ് 2 മഹാനടന്മാരെ സിനിമാ ലോകത്തിന് ലഭിച്ചത്, രജനി സാർ ആൻഡ് യു. സാർ ഒരു സംവിധായകൻ കൂടിയാണ്. സാറിൻ്റെ ഒരു സിനിമയിൽ നമുക്ക് പുതുമുഖങ്ങളെ പ്രതീക്ഷിക്കാമോ? ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട്. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് അതിൽ ഒരു ചെറിയ ഇൻജസ്റ്റിസ് ഉണ്ട്. സോ നൗ ദാറ്റ് യു ആർ എൻ LLB ഐ എം ടോക്കിംഗ് അബൌട്ട് ജസ്റ്റിസ്. ദ തിങ് ഈസ് ദാറ്റ് വെൻ യു സേ ദാറ്റ് മഹാനടന്മാർ 2 പേരല്ല, ബാലചന്ദർ സാറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മഹാനടന്മാർ നക്ഷത്ര അന്തസ് അവർക്ക് കിട്ടിയില്ല എന്നേ ഉള്ളൂ. ഒരുപാട് പേരുണ്ട്. There are a lot of people, and of course you cannot say that Balachandar sir introduced Nagesh, but they both made each other. അതിന് നാഗേഷെ പോലെ ഒരു വലിയ നടൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ രജനീകാന്തിനെ കുറിച്ച് പറയുമ്പോൾ കമൽജി, അതായത് കമലഹാസൻ്റെ 25ാമത്തെ സിനിമ അപൂർവരാഗങ്ങൾ. അതെ, അപൂർവരാഗങ്ങളിലാണ് രജനീകാന്ത് വരുന്നത്. എന്തായിരുന്നു രജനീകാന്തും കമലഹാസനും തമ്മിലുള്ള കെമിസ്ട്രി? ഞങ്ങളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നത്. അതൊരു സ്ട്രേഞ്ച് ഫ്രണ്ട്ഷിപ്പാണ്. മത്സരിക്കുന്നവർ മിക്കവാറും ഫ്രണ്ട്സായിട്ട് മാറില്ല. ദർ വിൽ ബി ഓൾവേസ് ദിസ് ടെൻഷൻ. ഞങ്ങൾക്ക് എന്തോ ഒരു യൂണിറ്റിൽ മിസ്റ്റർ ബാലചന്ദർസ് യൂണിറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് യൂണിറ്റ്. ദർ ഇസ് നോ ടൈം ഫോർ ഈഗോസ്. ബിക്കോസ് അത്രയ്ക്കും ട്രെയിനിങ്, റിഗറസ് ഗ്ലാഡിയേറ്റോറിയൽ ട്രെയിനിങ് ആണ്. ഏറ്റവും ഈഗോ ഉള്ള ആൾക്കാരും കലാകാരന്മാരാന്ന് പറയാറുണ്ട്. അല്ല, അത് ഈഗോക്ക് സമയം കിട്ടാത്തതുകൊണ്ട് അതാണ് സത്യം. So we were both working together and both trying to perfect our crafts. ആ സമയത്ത് ഒരു സോർട്ട് ഓഫ്, ഇപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അലുമിനി ഫീലിംഗ് ആണ് ഞങ്ങൾക്ക്. So it's a very nice feeling. പക്ഷെ നിങ്ങൾ ഒരുമിച്ച് വീണ്ടും വരാൻ that's a very very strategic professional decision. അത് എടുത്തത് ഞങ്ങളാണ്. അത് വെറുതെ ദേഷ്യപ്പെട്ട് ഞാൻ അയാൾക്ക് വലിയ റോൾ കിട്ടി ഞാൻ ചെയ്യില്ല ഇങ്ങനെയൊക്കെ പിണങ്ങിപ്പോയതല്ല. 2 പേരും ഇരുന്ന് ഒരു ശമ്പളത്തെ പകർന്നു കൊടുക്കുകയാണ്. അത് തെറ്റാണ്. ഒരുപക്ഷെ 2 പേരും സെപ്പറേറ്റ് ആയാൽ we both could become equal stars and equal powers. വളരെ ബോധപൂർവമായ കോൺഷ്യസ്. Yeah, because they were dividing one remuneration. They were saying budget ഇത്രയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഐ തോട്ട് സ്ലോലി വിൽ ബി ലിമിറ്റിംഗ് അവർ സെൽഫ്. പക്ഷേ കമൽഹാസൻ ഇപ്പം സിനിമ വലിയ വിശാലമായ ക്യാൻവാസായി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആക്ടേഴ്സ് ലൈക്ക് യു മസ്റ്റ് ബി ഗെറ്റിംഗ് 40 crores 30 crores like that. I wish what you say is true. I hope income tax people are not hearing it. No, even if they can hear, I want you to hear. I want to get that much. അല്ല, പത്രങ്ങളിൽ വരുന്ന ഗോസിപ്പിൽ 40 കോടി പഠിക്കും, അതൊക്കെ ഇല്ല, പാടില്ല എന്നുള്ളതാണ്. ഇപ്പോഴുള്ള ഈ ടിക്കറ്റ് വാല്യൂസിനും അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നത് ശരിയല്ല. എന്നാലും it is multi-thousand times more than what we wanted. ഞങ്ങൾ ആഗ്രഹിച്ച ഒരു റെമുനറേഷൻ ഉണ്ടാവില്ല. We have crossed it by 1,000 times. So I have no complaints. I don't know about Mr. Rajani. He must tell you. For me, I feel that I'm not working enough for the money I get. എല്ലാവരും ഞങ്ങൾ ഈ പറഞ്ഞ കമലഹാസനെ കുറിച്ച് ഇവിടെ കേരളത്തിലെ ആൾക്കാർ ചർച്ച ചെയ്യാൻ പറയും. എല്ലാ ഇൻ്റർവ്യൂവിലും കമലഹാസൻ കമ്മിറ്റ് ചെയ്യും. ഞാൻ മലയാളത്തിലേക്ക് ഉടനെ ഉണ്ട്, മലയാളത്തിലേക്ക് ഉടനെ ഉണ്ട്. ഇപ്പോൾ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ചെറിയ ഗസ്റ്റ് റോളിലാണ് കമലഹാസൻ. Why they ask me, നിങ്ങൾ എന്തുകൊണ്ട് മലയാള ചിത്രം ചെയ്യുന്നില്ല? See, there is a time and money factor. ഈ മലയാള ചിത്രത്തിന് വേണ്ടി ഞാൻ പണം ചോദിക്കുന്നത് കുറ്റമാണ്. Actually, the kind of money I take, അതിന് 10% കൊടുത്താൽ മതി, 20% 30% എന്നൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ത്യാഗമായിട്ട് തോന്നാം. ബട്ട് ഇറ്റ് വിൽ ബി എ ലോഡ് ഓൺ എ മലയാളം ഫിലിം.
പാടില്ല. ഇറ്റ് റൂയിൻസ് ദ മാർക്കറ്റ്. ഒരുപക്ഷെ മലയാളം ഇൻഡസ്ട്രിയേക്കാൾ വലുതായി പോയി കമലഹാസൻ. ഇല്ല, മലയാളം കനോട്ട് അക്കോമഡേറ്റ് കമലഹാസൻ അയാള് ശമ്പളം കൊട്ടി കൊടുത്ത അത്രയേ ഉള്ളൂ. കഴിവിന് പറ്റിയ ശമ്പളം ഇല്ലല്ലോ. അല്ല കമലഹാസൻ, അല്ല ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കമലഹാസൻ അറിയായിരിക്കും, ബിക്കോസ് ഈ പറഞ്ഞ എന്നെക്കാളും എത്രയോ കൂടുതൽ അടുപ്പമുള്ളതാണ്. ഒരു 3 കോടി 4 കോടി 5 കോടി 6 കോടിയൊക്കെ എത്തുമ്പോഴേക്കിനും മലയാള സിനിമ ഇങ്ങനെ വല്ലാതെയും കൊണ്ട് ക്രിക്കും. കമലഹാസൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും മലയാള സിനിമ? ഇല്ല, അത് ഞാൻ പറയുന്നത് അതിനൊരു വഴിയുണ്ട്. വഴി എന്താണ്? അത് കമലഹാസൻ പ്രൊഡ്യൂസ് ചെയ്യണം. ഇല്ല, വേണ്ട. തമിഴും മലയാളം ചേർന്ന് ഡബിൾ വെർഷൻ ചെയ്താൽ മതി. ഐ വിൽ ടേക്ക് മൈ റെമ്യൂണറേഷൻ ഫ്രം തമിഴ് ആൻഡ് ഐ ലൈക്ക് ഫ്രീ ഇൻ മലയാളം. ഏതെങ്കിലും പ്രൊഡ്യൂസർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തോളൂ. യു നീഡ് ടു പിക്ക് ഇറ്റ്. ഞാൻ കേൾക്കുന്നുണ്ട്. Okay. I'm Gautami. I'm doing a BCom in All Saints College. സാറിൻ്റെ മിക്ക മൂവീസും എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. അപ്പം can we expect to see you working with new directors? Yeah, I've worked. Raj Kamal has done a lot of film with the new directors. Satya was done by a debutant. The previous movie of mine was a debutant. Chakri is his name. He studied films in US and he made the film for me. For me, it doesn't matter how many films he has done. How much he knows about cinema is very important for me. കമലഹാസൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻഷ്യ, അവരെ പേടിയൊന്നുമില്ലല്ലോ താങ്കൾക്ക്? ഉണ്ട്, പക്ഷേ അത് കാണിക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ പറയാറുണ്ട് കമലഹാസന് ഭയങ്കര ഈസ് ലിറ്റിൽ ഇംപേഷ്യൻ വിത്ത് ദി ന്യൂ ഡയറക്ടർ ബ്രീഡ്. ഇനി അഥവാ ഒരു ഡയറക്ടർ വന്നാൽ തന്നെ കമലഹാസൻ വിൽ ഡോമിനേറ്റ്. As a matter of fact, I feel very comfortable with the new breed. The new directors who've studied cinema, who come, you don't have to even discuss with them. You just have to take care of yourself. In certain cases, defend your position. That's how good they are. Most of them are. And why? Even Chanakyan was a debutant director. Yeah, now he's not. Yeah. He's a big director. But at that time, he was a debutant. ഇപ്പം തമിഴിലിപ്പോൾ പുതിയ ഒരുപാട് ഇപ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ 70s 80s കേരളത്തിൽ വന്ന പത്മരാജനും ഭരതനൊക്കെ കൊണ്ടുവന്ന സിനിമകളുടെ വേറൊരു ആവർത്തനം തമിഴിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 3-4 ചിത്രങ്ങൾ വന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് കമൽ അതിനെ റേറ്റ് ചെയ്യുന്നത്. സുബ്രഹ്മണ്യപുരം, പരുത്തിവീരൻ, വെയിൽ, അങ്ങനെയുള്ള കുറേ പടങ്ങൾ വന്നു. പക്ഷേ അതുപോലുള്ള സോഷ്യൽ ഇഷ്യൂസ് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി ഇപ്പോൾ കമലഹാസൻ തയ്യാറല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ല, that's because of the one is that. Because it doesn't have songs, it doesn't have any of heroine illa chitrathil, only a few male characters and Mr. Mohanlal was one of them. So it is it's something which they'd like to talk. Press il anganeyokke or headlines vannalalle എന്ത് ചെയ്താലും അതൊരു വാർത്തയാക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് എപ്പോഴും ആ കാലം തന്നെയാണ്. എൻ്റെ പേര് ഫാസില, ഞാനിപ്പോൾ MBA ചെയ്യുന്നു. അപ്പോൾ സാറ് 1989 ചാണക്യ എന്നൊരു മലയാള ഫിലിം നമുക്ക് ലഭിച്ചത്. ഇനി സാറിൻ്റെ ഒരു ഫുൾ ഫ്ലഷ് മൂവി എപ്പോഴാണ് നമുക്ക്? അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞു. കമലഹാസൻ പറഞ്ഞിരിക്കുന്നു. No, we will definitely do. I'm already talking to my friends. So അത് ഒരു മലയാളത്തിലും തമിഴിലും വരുന്ന ചിത്രമായിരിക്കും. And for me, the idea is to bring the states more and more closer and blur the lines, at least the cultural lines. കമലഹാസൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പായിട്ട് പറയുന്നത് ടു ഒബ്ലൈസ് ദ ഫ്രണ്ട്സ് ഹി കംസ് ആൻ ഗസ്റ്റ് ആക്ടർ ഇൻ എ ഫിലിം. അങ്ങനെ 25 ഗസ്റ്റ് ആക്ടർഷിപ്പ് ഉള്ള മൂവീസ് ഉണ്ടെന്ന്. ശരിയല്ലേ? ഇപ്പോഴും മലയാളത്തിൽ ഇപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ അഭിനയിച്ചല്ലോ എന്ന് പറഞ്ഞു പെട്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞൊരു കൊഞ്ചൻ റോള് മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴാണ് അത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 25-26 ഗസ്റ്റ് അപ്പിയറൻസ് വെച്ചിട്ട് സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് ഹാപ്പിയാക്കുന്നൊരു രീതിയുണ്ട് കമൽ. അതെ, കാരണം അവർ ചോദിക്കും, എൻ്റെ ഇവിടെ ഒരു ചിത്രം ചെയ്യില്ല അല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ പിണങ്ങാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാം. ചോദിക്കും. സർ, ഹിന്ദിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഒരുപാട് നായകന്മാർ സൗത്ത് ഇന്ത്യ ഹിന്ദി ഇൻഡസ്ട്രിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംവിധായകരും തെറ്റില്ലാത്ത ഒരു നമ്പർ അവിടെ ഹിന്ദിയിലുണ്ട്. പക്ഷേ നമ്മുടെ നായകന്മാർ അവിടെ വളരെ കുറവാണ്. സാർ എന്തുകൊണ്ട് ഹിന്ദിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? See, the time I left Hindi film industry was is a right time to leave, because it's a bad time, because the underworld was moving into
the cinema. I didn't want to be part of it. പേടിച്ചിട്ടില്ല. It will kill me as an actor and probably help me as a star. അത് എനിക്ക് അത്ര ഇഷ്ടമായ കാര്യമല്ല. So I returned to Chennai deliberately when I had hit movies going there. But അതിന് ശേഷമാണ് നായകൻ, പുഷ്പക് ഇതൊക്കെ സാധ്യപ്പെട്ടത്. സർ ഇപ്പോൾ അണ്ടർവേൾഡിനെ കുറിച്ച് സംസാരിച്ചു, അതുകൊണ്ട് ചോദിക്കുകയാണ്, ദ ഗ്രേറ്റസ്റ്റ് മൂവി എവർ നായകനകത്ത് I have heard that and the climax was suggested by the person on whom the story was based on, Varadaraja Mudaliya. I have heard that the climax was suggested by him. Is it true, sir? No. It's the daringness of Mr. Mani Ratnam. These are all. I was not there when this happened, so I only heard it as a story. He didn't know really what was the befitting climax for a story. We were thinking of various things. We were all friends sitting and talking various options. Then he went and met the gentleman himself, and he asked him a question which I'm sure none of his friends or even enemies Would have dared to dared ask. He said, "How do you think you will die?" So he said, "Left to me, I will die peacefully in bed." That's how he died. But left to my persecutors, they like to see me dead in front of a court. Shot dead, preferably. ഒരു Because പക്ഷേ law cannot hold me down. They have nothing against me. എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചോദ്യം വളരെ പ്രസക്തം. എന്താ കാരണം വെച്ചാൽ അനുഭവങ്ങൾ ഉണ്ടാക്കി സിനിമ പിടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം പലപ്പോഴും പല ആൾക്കാരും വളരെ പെരിഫറലായിട്ട് സൂപ്പർഫിഷ്യലായിട്ട് സിനിമ പിടിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഈ ഇതിൻ്റെ ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് എത്രത്തോളം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുള്ള കാര്യം ഇതിനകത്ത് മനസ്സിലാവും. നല്ല ചിത്രങ്ങളുടെ അത്രയും സ്ട്രഗിൾ. ഇപ്പോൾ പത്മരാജൻ്റെ പേര് പറഞ്ഞു, ഭരതൻ്റെ പേര് പറഞ്ഞു, മിസ്റ്റർ ബാലു മഹേന്ദ്ര. ഞങ്ങളൊക്കെ വെൻ വി മേക്ക് എ ഫിലിം വി ആർ നെർവസ്. പുറത്തൊക്കെ ഞങ്ങൾ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് കാണിച്ചാലും വി ഗോ ബാക്ക് അഗൈൻ, വി കട്ട് ഇറ്റ് അപ്പ്, വി ലുക്ക് അറ്റ് എ ഫിലിം ആൻഡ് ഫീൽ ആൻഡ് സഡൻലി ആരെങ്കിലും വിളിക്കും ഒരു നല്ല ചിത്രത്തിൻ്റെ പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട്. ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ വളരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വന്നു. ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ സാറിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ട് ഇരിക്കുന്ന ആരാധികരുള്ള സമയമാണ്. അപ്പം നേരത്തെ തന്നെ പറഞ്ഞു അണ്ടർവേൾഡ്, അത് ദാറ്റ് വിൽ കിൽ മൈ ആക്ടർ എന്ന് പറഞ്ഞു. അതുമാത്രമല്ല, സാർ ഒരുപാട് ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം സാറിനെ കുറിച്ച് എന്തെങ്കിലും ബാഡ് അറിയാൻ വേണ്ടിയിട്ട് മീഡിയ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് സാർ ഇപ്പം 3 വിവാഹം കഴിച്ചു. ഇല്ല, രണ്ട് വിവാഹം കഴിച്ചു. 2 വിവാഹം കഴിച്ചിട്ട് പോലും ഇന്നും ആരാധകർ റെഡിയാണ് സാറിന് ഇനിയും വിവാഹം കഴിക്കാൻ വേണ്ടി. അത് ഞാൻ അവർ വിവാഹം കഴിക്കാനുള്ള കഴിവുള്ള ആളെന്ന അല്ല അവർ എന്നെ ആരാധിക്കുന്നത്. അവർ എന്റെ അഭിനയത്തിന് വേണ്ടിയാണ്. റിലേഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോണ്ടാണോ? അതായിരിക്കാൻ വഴിയില്ല. കാരണം അങ്ങനെ എന്നെക്കാളും കൂടുതൽ കല്യാണം കഴിച്ചവരുണ്ട്. ദശരഥനുണ്ട്, രാമന്റെ ഫാദർ ഉണ്ട്, ശ്രീരാമന്റെ ഫാദർ ഉണ്ട്, ദശരഥ മഹാരാജാവ്, 50,000 വൈഫ്സ്. സോ അങ്ങർക്ക് ഇത്ര ഫാൻസ് ഉണ്ടാവില്ല, സബ്ജക്ട്സ് ഉണ്ടാവും. ഇത് കലാകാരന് മാത്രം കിട്ടുന്ന ഒരു ഗൗരവമാണ്. ഇത് എൻ്റെ ലൈഫാണ്. ഒരുപക്ഷെ ഒരു ആർട്ടിസ്റ്റിനൊരു എന്താ പറയേണ്ട ഒരു സന്തോഷം തോന്നേണ്ട മുഹൂർത്തം. എന്താ കാരണം വെച്ചാൽ ആയിരക്കണക്കിന് 100 ആൾക്കാർ ഇനിയും കമലഹാസൻ്റെ ഒരു സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദേ ക്രേവിങ് ഫോർ എന്താ പറയേണ്ട എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് കമലഹാസൻ. ഒരുപക്ഷെ യു ഷുഡ് ബി ലിറ്റിൽ പ്രൗഡ് അബൌട്ട് ദാറ്റ്. It's a responsibility.